ഓപ്പറേഷൻ സിന്ദൂർ ട്രെയിലർ എന്ന മാസുരിക ശക്തികളെ ഇല്ലാതാക്കിയ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പിന്മുറക്കാരാണ് ഭാരതീയരെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. തദ്ദേശീയ ആയുധങ്ങളുടെ കരുത്ത് ലോകം അറിഞ്ഞു. ബ്രഹ്മോസിന്റെ പ്രകമ്പനം പാകിസ്ഥാനിൽ മുഴങ്ങി. വെറും 23 മിനിറ്റിലാണ് പാകിസ്ഥാനെ നിലംപരിശാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ ഭൂജ് വ്യോമത്താവളത്തിൽ സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാൻ ഭാരതത്തിന്റെ നിരീക്ഷണത്തിലാണ്. പെരുമാറ്റം മെച്ചപ്പെടുത്തിയാൽ നല്ലത്, അല്ലാത്ത പക്ഷം കഠിന ശിക്ഷ നൽകുമെന്നും രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി. गड़बड़ करता है तो उसको कुछ समय के लिए मजिस्ट्रेट गुड बिहेवियर के प्रोबेशन पर रखते हैं। अगर वह व्यक्ति प्रोबेशन के दौरान कोई भी शरारत करता है तो उसे उचित दंड भी दिया जाता है। ठीक उसी तरह वर्तमान सीज फायर में हमने पाकिस्तान को बिहेवियर के आधार पर अभी प्रोबेशन पर रखा हुआ है। यदि उसका बिहेवियर सुधरता है तब तो ठीक, और यदि बिहेवियर में फिर से गड़बड़ी आती है तो उसको कड़े से कड़ा दंड दिया जाएगा. ആസുര ശക്തികളെ ഇല്ലാതാക്കിയ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പിന്മുറക്കാരാണ് നാം. രാമവചനങ്ങളെ പിന്തുടർന്ന് ഭീകരതയെ വേരോടെ പിഴുതെറിയാൻ ഭാരതീയർ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നതായി പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. अब आतंकवाद के विरुद्ध लड़ाई केवल सुरक्षा का विषय नहीं बल्कि नेशनल डिफेंस डॉक्ट्रिन का यह हिस्सा बन चुकी है. हम आपके साथ मिलकर इस प्रॉक्सी और हाइब्रिड वॉरफेयर को जड़ से समाप्त करेंगे. रक्षा मंत्री होने के नाते यह संकल्प मैं दोहराना चाहता हूं. ഓപ്പറേഷൻ സിന്ദൂർ ട്രെയിലർ മാത്രം. ചിത്രം ലോകത്തിന് മുന്നിൽ യഥാസമയം പ്രദർശനത്തിനെത്തും. ऑपरेशन सिंदूर अभी खत्म नहीं हुआ है. जो कुछ भी हुआ है वह सिर्फ एक ट्रेलर मात्र था. अब जब समय आएगा, जब भी सही समय आएगा तो हम पूरी पिक्चर भी दुनिया को दिखाएंगे. ഓപ്പറേഷൻ സിന്ദൂർ എന്ന യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന അവരുടെ ശക്തി പ്രകടിപ്പിക്കുക മാത്രമല്ല, യുദ്ധനയവും സാങ്കേതിക വിദ്യയും മാറിയിട്ടുണ്ടെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുക കൂടിയാണ്. എയർ ചീഫ് മാർഷൽ AP സിംഗിനും മുഴുവൻ ടീമിനും നന്ദിയെന്നും രാജ്നാഥ് സിംഗ്. ജനം, ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, നമുക്കറിയാം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നൽകിയ ആ ഒരു കനത്ത തിരിച്ചടിയിലും പാകിസ്ഥാൻ പാഠം പഠിക്കുന്നില്ല. ഏറ്റവും ഒടുവിലായി IMF-ൽ നിന്ന് കിട്ടിയ ഫണ്ട് പോലും ഭീകരതയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നേരത്തെ പുറത്തു വന്നത്. ഒരുപക്ഷെ ഇപ്പോൾ രാജ്നാഥ് സിംഗ് സൂചിപ്പിച്ചതുപോലെ ഇനി പാകിസ്ഥാൻ ഇത്തരത്തിൽ ഭീകരതയ്ക്ക് കുടപിടിക്കുന്ന നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ കാണേണ്ടി വരുന്നത് വളരെ വലിയൊരു പ്രഹരം തന്നെയല്ലേ? വിഷ്ണു, തീർച്ചയായിട്ടും രാജ്നാഥ് സിംഗ് കഴിഞ്ഞ 2 ദിവസവും ഇന്നലെ കശ്മീരിൽ 15 കോർപ്പസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അവിടെ ആർമിയിലെ കരസേനയിലെ ജവാന്മാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അവിടെയും ശക്തമായ സന്ദേശമാണ് ഭാരതം ജമ്മു കാശ്മീരിൽ നൽകുന്നത്. ഈ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ മേൽനോട്ടത്തിലേക്ക് മാറ്റണമെന്ന് കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, ഈ തെമ്മാടി രാജ്യം എന്നുള്ള വിശേഷണമാണ് രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം നൽകിയത്. ഇന്നും ശക്തമായ ഭാഷയിൽ തന്നെയാണ് പാകിസ്ഥാന് താക്കീത് നൽകുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കരസേനാ ഉദ്യോഗസ്ഥരോടും ഇന്നിപ്പോൾ വ്യോമസേനാ ഉദ്യോഗസ്ഥരോടും രാജ്നാഥ് സിംഗ് അത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായും ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടർ ചലങ്ങൾ, അതായത് ഇപ്പോൾ നൽകിയത് വരും ഇപ്പോൾ ട്രേസർ മാത്രമാണ്. ഈ പൂർണ്ണമായൊരു ചിത്രം വരാൻ കിടക്കുന്നത് എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്. ജമ്മു കാശ്മീർ വ്യത്യസ്ത ഓപ്പറേഷനുകളിലായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ ഭീകരവാദിയെ വധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ മുഴുവൻ രീതിയിൽ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സൈനിക ഘട്ടം താൽക്കാലികമായി അവസാനിപ്പിച്ചെങ്കിലും മറ്റു രീതിയിലുള്ള ഭീകരവാദത്തെ ചെറുക്കുന്ന നടപടികൾ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും തുടരും, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തുടരുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. പ്രത്യേകിച്ച് മിലിറ്ററി തല ചർച്ചകളിൽ താൽക്കാലികമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഭാരതം എല്ലാ തരത്തിലുള്ള പ്രതിരോധവും പാകിസ്ഥാന് മേൽ ഇപ്പോഴും നൽകുന്നുണ്ട്. സിന്ധു നദീജലം അതിന് ഉദാഹരണമാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണ്, അല്ലെങ്കിൽ ഭാരതത്തിന് മുന്നിൽ മുട്ടുകുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അതിർത്തിയിൽ എന്തിനും സുസജ്ജമായി തന്നെ കര, വ്യോമ, നാവിക സേന തയ്യാറായി നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഓപ്പറേഷനിൽ പങ്കെടുത്ത മുഴുവൻ ഇന്ന് വ്യോമസേന ഭുജിൽ, ഗുജറാത്തിലെ ഭുജിലായിരുന്നു ഇന്ന് അദ്ദേഹം സന്ദർശനം നടത്തിയത്. വ്യോമസേനയിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. ചീഫ് എയർ മാർഷലിന്റെ നേതൃത്വത്തിലുള്ള സംഘം, മുഴുവൻ സംഘവും എണ്ണയിട്ട യന്ത്രം പോലെ ഭാരതത്തിന്റെ അതിരുകൾ കാക്കാൻ
വ്യോമസേന സുസജ്ജമാണെന്ന് ലോകത്തിന് തെളിയിച്ചു നൽകി. മാത്രമല്ല ഭാരതത്തിന്റെ സൈനിക ശേഷി മാത്രമല്ല, നൂതന സൈനിക പ്രയോഗങ്ങളിൽ നൂതന ആശയങ്ങൾ കൂടി കടന്നു വന്നതിന്റെ ചിത്രം ലോകത്തിന് മുന്നിൽ നൽകാൻ ഭാരതത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടുന്നത്. ഇങ്ങനെ രാജ്നാഥ് സിംഗ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് 2 കേന്ദ്രങ്ങളിൽ വ്യോമസേനയുടെയും കരസേനയുടെയും 2 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് സന്ദർശനം നടത്തിയിരിക്കുന്നത്. ഇന്ന് ഗുജറാത്തിലെ ഭുജിലായിരുന്നു അദ്ദേഹം സന്ദർശനം നടത്തിയത്. പാകിസ്ഥാന് കൃത്യമായ താക്കീത് നൽകിയായിരുന്നു അദ്ദേഹം ഇന്ന് അവിടുന്ന് പോകുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഭാരതത്തിന്റെ നിരീക്ഷണത്തിലാണെന്നും പെരുമാറ്റം മെച്ചപ്പെടുത്തിയാൽ അത് നല്ലതാണ്, അല്ലാത്ത പക്ഷം ശക്തമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നത് രാജ്നാഥ് സിംഗ് സൂചിപ്പിക്കുന്നു. ഇങ്ങനെ പാകിസ്ഥാന് താക്കീത് നൽകുന്നതോടൊപ്പം ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നിന്ന മുഴുവൻ വ്യോമസേന അംഗങ്ങളെ ഇന്ന് അദ്ദേഹം അഭിവാദ്യം ചെയ്തു. മുഴുവൻ ആൾക്കാർക്കും ഭാരതത്തിലെ ഓരോ ജനങ്ങളുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നതായി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയുണ്ടായി. ശരി, എസ് നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.